ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സന്റെ ഉള്ളിലുള്ളത് എന്താണ്, അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, അവരുടെ കറന്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവാത്ത കാര്യങ്ങളൊന്നും തന്നെ എടുക്കേണ്ടതില്ല. മാക്സിമം ഇതിൽ നിന്നും, ഈ ഒരു വീഡിയോയിൽ നിന്നും കിട്ടുന്ന ഗൈഡൻസ് സ്വീകരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും അതുപോലെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ, റേക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽസ് ഇട്ടുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്, നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സന്റെ നെയിം മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെന്റും മനസ്സിലേക്ക് കൊണ്ടുവരിക. ഫ്രീഡം, പ്യൂരിഫിക്കേഷൻ, ലീഡർഷിപ്പ്, abundance. ഓപ്പൺനെസ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്, അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? സാക്രിഫൈസ്, ട്രാൻസ്ഫർമേഷൻ. പവറാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ടാരോട്ട് കാർഡ്സ് എടുക്കാം. നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്, അവരുടെ മനസ്സിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്? 3 of Swords റിവേഴ്സ്ഡ് ആണ്. Five of Pentacles റിവേഴ്സ്ഡ് ആണ്. The Lovers card. King of Swords. Queen of Swords റിവേഴ്സ്ഡ് ആണ്. ഇവിടെ കിങ് ഓഫ് സോർട്സ് അപ്രൈറ്റും ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മില് ഒരു കുറെ നാളത്തെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം. അതായത് ഒരു അന്യരെ പോലെ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ട്, അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് ഉണ്ടായിട്ട് ഇപ്പോൾ ഒരു ഒരുപാട് നാളായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ എന്നറിയില്ല. പക്ഷെ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതായത് വേറൊരാൾ കാരണമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോയതെന്നും, അതുപോലെ ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ കൊണ്ട്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയതെന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പില് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകുമ്പം
ആ പേഴ്സൺ ഒരു സെൽഫ് ലവ് ചെയ്ത്, അതായത് അവനവന് പ്രിയോറിറ്റി കൊടുത്ത് എന്താണോ തനിക്ക് ഇഷ്ടം അതിലേക്ക് ഒരു ഫോക്കസ് വെച്ച് നിങ്ങളിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തി പോയ ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. അത് എന്ത് തന്നെയാണെങ്കിലും, ഇപ്പൊ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയതാണെങ്കിലും, ഒരു ഫിനാൻഷ്യലി ഒരു പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ കരിയറിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട്, എന്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളെ മാറ്റി നിർത്തി പോകുമ്പം അവരൊരു സെൽഫ് ലവ് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലൂടെയായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഒരു കറന്റ് എനർജി നോക്കുമ്പം വളരെയധികം ഒരു ഹാർട്ട് ബ്രോക്കൺ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളടുത്ത് എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കണമെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു ബാലൻസ് കൊണ്ടുവരണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ മുഴുവനായിട്ടും പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം പറയണമെങ്കിൽ. അതായത് അവർക്ക് ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോ ഒരുപാട് നാളായിട്ട് ഒരു കോണ്ടാക്ട് ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഒരിക്കലും ഇല്ല, അവർക്ക് ചേഞ്ച് സംഭവിച്ചിട്ടില്ല, അവരുടെ കാര്യം നോക്കി തന്നെ നടക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അല്ല, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ചേഞ്ച് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കിപ്പോയി. ആ സമയത്ത് അവർക്ക് നിങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും, അവർ വേറൊരു വ്യക്തിയുടെ കൂടെ പോയതാണെങ്കിലും കരിയറിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും അവർക്ക് നിങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. അവർ ചിന്തിക്കുന്നില്ലായിരുന്നു. അവർക്ക് ഈസി ആയിട്ട് നിങ്ങളിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്തു പോയി. പക്ഷെ ഇപ്പോൾ അവരുടെ എനർജിയിൽ എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് എത്തിപ്പെടണം എന്നുള്ള ഒരു എനർജിയാണ്. അതായത് നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്ത് തുടക്കം നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടാകും, കയറി ചെന്നിട്ടുണ്ടാകും. അവർ നിങ്ങളെ അതുപോലെ തന്നെ പുറത്താക്കിയിട്ടുണ്ടാകും. അതായത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളെ താന്നു കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ താന്നു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും അവർ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പം അവരത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പിൽ തുടക്ക സമയത്ത് അവരൊരു ഫ്രീഡം ആഗ്രഹിച്ചിരുന്നു. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും ഒന്ന് പോകണം എന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷെ അവർക്കിപ്പം അതിന് പറ്റുന്നില്ല. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു കാര്യം അവരിൽ മിസ്സിംഗ് ആണ് എന്നുള്ള ഒരു തോട്ട് അവർക്ക് കയറി വരിക. ഇപ്പൊ അവര് സ്റ്റെബിലിറ്റി ആണ്, ഈ ഒരു ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി അവർക്ക് മാറിയിട്ടുണ്ട്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. ഇവിടെ 2 കാർഡും എനിക്ക് റിവേഴ്സ്ഡ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ 2 സിറ്റുവേഷനുമാണ് നിങ്ങളുടെ പ്രശ്നമായിട്ടുണ്ടായിരുന്നതെങ്കിൽ അത് രണ്ടും എൻഡ് ആയിട്ടുണ്ട്. ഇപ്പം അവിടെ ഒരു കുറവെന്ന് പറയുന്നത് നിങ്ങളാണ്. അത് അവർക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം നിങ്ങൾ ഇവിടെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അബൻഡൻസ് വന്നിട്ടുണ്ട്, പ്യൂരിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. അതായത് ഈ റിലേഷൻഷിപ്പ് ഒന്ന് പുതുക്കിയെടുക്കണം. ഓക്കെ, നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഇപ്പം അവർക്കുണ്ട്. ആ ഒരു ഭയത്തിലാണ് അവർക്ക് മിസ് ചെയ്യുന്നതും അവരിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നതും. ഇപ്പൊ മേ ബി നിങ്ങൾ ഒരുപാട് നാൾ നിങ്ങൾ അവരുടെ പുറകാലെ ചേസ് ചെയ്ത് പോയതിനു ശേഷം ഇപ്പം അവർക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്കും വേണ്ട എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടാകാം. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത് അവർക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്, അത് അവരെ എഫക്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നിങ്ങളിലേക്ക് ഒരു ഫോക്കസ് കൊടുക്കുമ്പം അവർക്ക് അവിടെ അത് എഫക്റ്റ് ആവുകയാണ്. നിങ്ങൾ ഏത് സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോയിക്കൊണ്ടിരുന്നത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫേസ് ചെയ്യുന്നു എന്ന് വേണം പറയണമെങ്കിൽ. പക്ഷെ നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്. അവര് വിചാരിക്കുന്നത് ഇവിടെ നിങ്ങളും വിചാരിക്കുന്നുണ്ട്. അതായത് ചില സിറ്റുവേഷൻ ചില സമയം വരുമ്പം ഒക്കെ നിങ്ങൾ പരസ്പരം ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രോക്കണിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ കാര്യത്തിലാണ്. നിങ്ങൾ ചിലപ്പം വേറൊരു വ്യക്തിയുടെ കൂടെ പോയതാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നല്ലതല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ ഒന്ന് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും അവര് മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല ആ ഒരു സമയത്ത്. ഇപ്പം അവരത് റിയലൈസ് ചെയ്യുന്നുണ്ട്. മേ ബി തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടിയതായിരിക്കാം. ഇപ്പം ആ തേർഡ് പാർട്ടി ഇല്ല എന്നാണ് കാണുന്നത്. അതുപോലെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് വന്നപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തി. ഈ സമയത്ത് ഫിനാൻഷ്യലി അവർക്ക് സ്റ്റെബിലിറ്റി വന്നപ്പം അവർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളാണ്. അവരുടെ ഉള്ളിൽ ഇപ്പോൾ നല്ലൊരു ഭയമുണ്ട്, നിങ്ങൾ നഷ്ടപ്പെട്ടു പോയോ. ഇപ്പം നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോവോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കയറി പോകുന്നൊന്നും ഇല്ലായിരിക്കാം. നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ
ആ പേഴ്സണ് നിങ്ങൾ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ടാകും. ഈ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയപ്പം ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മൂവ് ഓൺ ചെയ്യണം, എങ്ങനെയെങ്കിലും ഏത് വിധേനയും ഈ റിലേഷൻഷിപ്പിൽ ഒന്ന് രക്ഷപ്പെടണം. കാരണം അവരുടെ ഓർമ്മകള്, അവരെ വേണം എന്നുള്ള അത്രയ്ക്കൊരു എനർജി നിങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുള്ള പോയൊരു പേഴ്സൺ ആണ്, എന്തിനാണ് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. ആ ഒരു ചിന്ത തന്നെയാണ് അവരെ അവിടെ എഫക്റ്റ് ചെയ്യുന്നതും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നതെല്ലാം. ഓക്കെ, അപ്പം ഈ പേഴ്സൺ ഇപ്പം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു പവർ, ഒരു ബാലൻസ് കൊണ്ടുവരിക, ഒരു സ്ട്രെങ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, ഓവറോൾ ഡെക്കാണ് വന്നിട്ടുള്ളത്, അതൊരു മേജർ ഡെക്കാണ്. അതുപോലെ അവർക്ക് ഇവിടെ ഒറാക്കിൾ കാർഡിൽ വന്നിട്ടുള്ള ഒരു മേജർ ഡെക്ക് ട്രാൻസ്ഫർമേഷൻ ആണ്, സാക്രിഫൈസ് ആണ്, ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങളെ അവിടെ ഓർത്തെടുക്കുകയാണ് അവര്. ഓക്കെ, അത് അവരുടെ ഉള്ളിലുള്ള ഭയം കൊണ്ടാണ്. നിങ്ങളെ നഷ്ടപ്പെടുമോ, ഇനി തിരിച്ചു ചെന്നാൽ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയം അവരുടെ ഉള്ളിലുണ്ട്. അവർ മാറി നിന്ന് നിങ്ങളെ നോക്കുന്ന ഒരു സിറ്റുവേഷൻ. മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു ആളാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ മാറി നിന്ന് നോക്കുമ്പം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നു, അല്ലെങ്കിൽ അവരെ നിങ്ങൾ ഓർക്കുന്നില്ല എന്നൊരു കാര്യം അവർ അറിഞ്ഞു കഴിയുമ്പം അവർക്ക് ടെൻഷൻ ആവുകയാണ്. ഓക്കെ, ആ ടെൻഷനിലാണ് അവര് പഴയ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു കെയറിങ്, നിങ്ങൾ കൊടുത്ത സപ്പോർട്ടിങ് ഒക്കെ അവർ ചിന്തിക്കുന്നത് ഇപ്പോഴാണ്. ആ ഒരു കാര്യം, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന റിയലൈസേഷന്റെ റീസൺ നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ ഒതുങ്ങിയത്, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയതിന്റെ റീസൺ ആണ്. ഓക്കെ, അബണ്ടൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നല്ലൊരു മാറ്റം വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കി പോവുക. അവരെപ്പോഴാണോ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി വരുന്നത് ആ സമയത്ത് അവർ വരും. നിങ്ങളിൽ തന്നെ ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ അബണ്ടൻസ് എല്ലാം തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ചില സിറ്റുവേഷൻ വരുമ്പം ചില സമയത്ത് അവർ നിങ്ങളെ ഒരുപാട് ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ മെമ്മറീസ് അവർ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഒരു സ്ട്രെങ്ത് കൊണ്ടുവരണമെന്ന്, എല്ലാ തരത്തിലും ഒരു ചേഞ്ച് നിങ്ങളുടെ പേഴ്സണ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.